ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പുതിയൊരു സിനിമ ഞാൻ കണ്ടു. ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞിട്ടൊരു 1 hour ആയിട്ടുള്ളൂ. മൂവി നെയിം ഈസ് ദി ഫ്യൂറിയസ്. ഈ മൂവിയുടെ ട്രെയിലറിൽ തന്നെ പറയുന്നുണ്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ഷൻ ഫിലിം ഓഫ് ദ ഡെക്കേഡ് എന്ന്. സോ അതിനോടൊരു 100% നിധി പുലർത്തിയിട്ടുണ്ട് ഈ ഒരു മൂവി. കാരണം ഒരു 1.5 മണിക്കൂർ, 2 മണിക്കൂർ അടുപ്പിച്ച്, 1.5 ആണ്, 50. ഓക്കെ, അതിൽ ഒരു 90% ആക്ഷനും 10% ഡയലോഗും. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. മൂവിയുടെ ജോണർ എന്ന് പറയുന്നത് ആക്ഷൻ അഡ്വഞ്ചർ ജോണറാണ്. സോ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട് മൂവീസ് അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ മറ്റേ ഷൂട്ടിങ്ങും അങ്ങനത്തെ ഒന്നുമില്ല. പ്യുവർ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട്. ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഫേമസ് മൂവീസ് ലൈക്ക് റെയ്ഡ് മൂവി കണ്ടിട്ടില്ല? റെയ്ഡിൻ്റെ പാർട്ട് 2. പിന്നെ ഫേമസ് മൂവി ജോൺ വിക്കിൽ മീൻസ് ഷൂട്ടിങ്ങും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും കൂടുതലും അവർ പ്രിഫർ ചെയ്തേക്കുന്നത് ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റ് ആണ്. സോ അങ്ങനത്തെ ടൈപ്പ് മൂവി ഇഷ്ടമുള്ളവർക്ക് ഇത് തീർച്ചയായിട്ടും വർക്കാവും. ഓക്കെ, ഇതിൻ്റെ ഡയറക്ടർ വന്നിട്ട് ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേര് കെൻജി തനിഗോക്കി എന്നുള്ളതാണ്. ചൈനീസാണെന്ന് തോന്നുന്നു, ചൈനക്കാരനാണെന്ന് തോന്നുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വേറൊരു മൂവി, മീൻസ് ഡയറക്ടറല്ല, പുള്ളി ആക്ഷൻ കൊറിയോഗ്രാഫ് ചെയ്തേക്കുന്ന ഒരു മൂവി, അത് നിങ്ങൾക്കറിയാൻ പറ്റും. അതായത് ആക്ഷൻ മൂവി ഇഷ്ടമുള്ളവർക്ക് ആ മൂവി കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. G.I. ജോ എന്നുള്ളൊരു മൂവി കണ്ടിട്ടുണ്ടോ? ഓക്കെ, ആ G.I. ജോയിൽ ഫസ്റ്റ് അല്ല സെക്കൻഡ് പാർട്ട് ഇറങ്ങിയിട്ടുണ്ട്, സ്നേക്ക് ഐ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫ് ചെയ്തേക്കുന്നത് ഇദ്ദേഹമാണ്. സോ അതിൻ്റേതായ ഒരു ഇത് കാണുന്നുണ്ട്. കാരണം ആക്ഷൻ നല്ലൊരു പീക്കാണ്. ആക്ഷനാണ് ഇതിലുള്ളത്. ആക്ഷൻ മീൻസ് ഞാൻ പറഞ്ഞില്ല, ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റ് ഒക്കെ നമുക്ക് കണ്ടിരുന്നു പോകും, ഇത് എങ്ങനെയാണ് സംഭവം എന്നുള്ളത്. ഓക്കെ, ഇതിൻ്റെ സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് സ്പോയിലർ ഒന്നുമല്ല. കാരണം നമ്മൾ ട്രെയിലറിൽ കണ്ടു. ട്രെയിലറിൽ എങ്ങനെയെന്ന് വെച്ചാൽ ആ ആക്ടർ, അതായത് മെയിൻ ഹീറോയുടെ മോളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നു. അതിൻ്റെ പിന്നാലെ പോയി അത് റെസ്ക്യൂ ചെയ്യാൻ നോക്കുന്നു. ഓക്കെ, അതാണ് ഇതിൻ്റെ മൂവി ജോണർ വരുന്നത്, മീൻസ് അതിൻ്റെ തീം വരുന്നത്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലീഷയാണെന്ന് വെച്ചാൽ ഇത് അറിയാലോ നമുക്ക്. അതായത് കിഡ്നാപ്പ് ചെയ്ത് പോകുന്നു, അവർ രക്ഷിക്കുന്നു, അത്രേ ഉള്ളൂ. സ്റ്റോറി അത്രേ ഉള്ളൂ. പക്ഷെ എങ്ങനെ രക്ഷിക്കുന്നു, ഓക്കെ, അതാണ് ഇതിൽ. പിന്നെ ഇതിൽ ഹീറോയുടെ നെയിം കുറച്ച് മിസ്റ്ററി ആയിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതാരാണ്, ഇദ്ദേഹത്തിൻ്റെ പേര് മോള് പോലും ചോദിക്കുമ്പോൾ അറിയുന്നില്ല, അല്ലെങ്കിൽ പഴയ കഥ പറയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നില്ല. പിന്നെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവർ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ ഇയാളുടെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊരു ഗ്രേ ഷെയ്ഡിൽ നിർത്തുന്നുണ്ട്. ഓക്കെ, അതങ്ങനെ പോകുന്നു. ഇതിപ്പോൾ ഒരു മൂവി, ഇപ്പോൾ ടേക്കൺ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ടേക്കൺ കണ്ടിട്ടില്ല. അതായത് സ്വന്തം മോളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടു രക്ഷപ്പെടുത്തുന്നു. ഓക്കെ, ടേക്കൺ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട് കുറവാണെങ്കിൽ ഇതിൽ ഫുൾ ഓഫ് ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റ് ആണ്. അതാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത്. ഓക്കെ, ഈ മൂവിയിൽ ഞാൻ നോക്കിയപ്പോൾ ഏകദേശം ഒരു 6 ലൊക്കേഷനിൽ വെച്ചുള്ള ഫൈറ്റ് സീൻ തന്നെയുണ്ട്. 6 ഡിഫറെൻറ്റ് ലൊക്കേഷൻ. അതായത് റോഡിൽ വെച്ചിട്ട്, പിന്നെ ഇവർ അന്വേഷിച്ച് പോകുന്നൊരു സ്ഥലമുണ്ട്, ഒരു ഓൾഡ് ബിൽഡിംഗ് അവിടെ. പിന്നെ ഒരു കാസിനോ പോലത്തെ ഒരു സെറ്റപ്പ്, മീൻസ് റെസ്ലിംഗ് റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ വെച്ചുള്ള ഫൈറ്റ്, അതിൻ്റെ പുറത്തും അങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ട്. പിന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ചൊരു ഫൈറ്റ് ഉണ്ട്. പിന്നെ ഒരു ഐസ് ഫാക്ടറി അവിടെ വെച്ചൊരു ഫൈറ്റ്. ആൻഡ് പിന്നെ വില്ലൻ്റെ ഒരു വീട്ടിൽ അവിടെ ഒരു ഫൈറ്റ് ഉണ്ട്. സോ ശരിക്കും പറഞ്ഞാൽ ഒരു 6 ഫൈറ്റിന് ഏകദേശം ഒരു 15 മിനിറ്റ്സ് ഡ്യൂറേഷൻ ഉണ്ടാവും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു 90% ഫൈറ്റ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ബട്ട് 90% ഫൈറ്റ് ആണെങ്കിൽ നമുക്ക് ഒട്ടും ബോറടിക്കത്തൊന്നുമില്ല. കാരണം ഡിഫറെൻ്റ് ആണ്. ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം, അതായത് എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സാധാരണ ഒരു ഫൈറ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ ഒരാൾ വില്ലൻ ഉണ്ടാവും, ഇവർ തമ്മിലടിക്കും. പക്ഷേ ലാസ്റ്റ് ആക്കുമ്പോൾ വേറൊരാളും കൂടെ വരും. സോ നമ്മളിപ്പോൾ റെസ്ലിംഗിൽ മറ്റേ ട്രിപ്പിൾ ത്രെറ്റ് മാച്ചൊക്കെ കളിക്കൂലേ, അതായത് ഇൻഡിവിജ്വലായിരിക്കും 3 പേര്, അതേപോലത്തെ ഒരു ടീം. അങ്ങനത്തെ ഒരു ഫൈറ്റ് അത് അടിപൊളിയായിട്ട് കൊറിയോഗ്രാഫ് ചെയ്തിട്ടുണ്ട്. അതായത് 3 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും, ആരെ കിട്ടിയാലും അടിക്കും, ആ ഒരു രീതിയിലാണ്. സോ അത് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. അത് ലാസ്റ്റ് ഫൈറ്റിൽ അങ്ങനെ ഒരു തീം കൊണ്ടുവന്നിട്ടുണ്ട്. അത് മിക്ക സിനിമയിലും നമ്മളങ്ങനെ കണ്ടിട്ടില്ല. എപ്പോഴും 2 ടീമല്ലേ ഉണ്ടാവുള്ളൂ, ഇത് 3 ടീം വെച്ചിട്ടുള്ളൊരു ഫൈറ്റ് ഉണ്ട്. അതൊക്കെ അടിപൊളിയായിട്ട് അവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മൂവിനെ പറ്റി ഇത്രയും ഡീറ്റെയിൽസേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. നിങ്ങളെല്ലാവരും കാണുക. ഇത് ഡിജിറ്റലി അവൈലബിൾ ആണ്, ആമസോൺ പ്രൈമിൽ ഇത് അവൈലബിൾ ആണ്. ഓക്കെ, സോ എല്ലാവരും ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയും. എല്ലാവരും കാണാമെന്ന് പറഞ്ഞാൽ ആക്ഷൻ മൂവീസ് ഇഷ്ടപ്പെടുന്നവർ,
എക്സ്പെഷ്യലി ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. അവർക്കൊരിക്കലും ടൈം പോകില്ല, ഉറപ്പാണ്. ഐ ആം അഷ്വറിങ് യു. ഓക്കെ. സോ ഇനി ഇതേപോലത്തെ ഒരു മൂവി സജഷൻസ് കാര്യങ്ങളായിട്ട് ഞാൻ ഒരിക്കൽ കൂടി വരുന്നതായിരിക്കും. എന്തായാലും ഈ മൂവി ഒന്ന് കണ്ടു നോക്കൂ. ഓക്കെ. ബൈ ഗൈസ്. സീ യു.